എന്നെ നല്ല രീതിയിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ സന്തോഷം നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ. നമ്മുടെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ പ്രോജക്റ്റ് ആയിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ഫിജിക്കാർഡ്.com എന്ന കമ്പനിയുടെ ഒരു പ്ലാൻ പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ്. മാഡം, ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ ആണ് മാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഫിജിക്കാർഡ്.com, വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്. നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഫിസിക്കലായും ഡിജിറ്റലായും പർച്ചേസ് ചെയ്യുന്ന രണ്ട് രീതികളെ ഒരുമിപ്പിച്ച് ചേർത്തിട്ട് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് രൂപം ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഫിജിക്കാർഡ്.com. ടെക്നോളജി ചേഞ്ചസ് നമുക്കറിയാലേ, കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ അതിവേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കാലഘട്ടത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പം ഈ ഒരു ഫോട്ടോയിൽ നിന്ന് തന്നെ നമുക്ക് കാണാം, ലാൻഡ് ഫോണും ഒരു ആൻഡ്രോയിഡ് ഫോണും അല്ലെ. ഒരു ലാൻഡ് ഫോണിൽ നിന്ന് ഒരു ആൻഡ്രോയിഡ് ഫോണിലേക്കുള്ള ഒരു മാറ്റം. അതുപോലെ തന്നെ ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്നും നമ്മൾ ഓൺലൈൻ മാർക്കറ്റിലേക്കും വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. വേൾഡ് ഫസ്റ്റ് ഫിജിറ്റൽ കമ്പനി വിത്ത് ഫാസ്റ്റ് ഗ്രോവിംഗ് ഇൻഡസ്ട്രീസ്. വേൾഡിലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന 4 ഇൻഡസ്ട്രി മെർജ് ചെയ്തിട്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ്, ഇ കൊമേഴ്സ്, ഡയറക്ട് സെല്ലിംഗ്, റഫറൽ മാർക്കറ്റിംഗ്, ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇ കൊമേഴ്സ് നോക്കാം. ഇലക്ട്രോണിക്സ് ഡിവൈസ് ഉപയോഗിച്ചുള്ള ബിസിനസ് ആണ് ഇ കൊമേഴ്സ്. ഡയറക്ട് സെല്ലിംഗ്, ഉൽപാദകരിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ. ഇവിടെ നമ്മൾക്ക് രണ്ടുപേർക്കും തുല്യ ലാഭമാണ് ഇവിടെ ലഭിക്കുന്നത്. അടുത്തതായിട്ട് റഫറൽ മാർക്കറ്റിംഗ്. റഫറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ റെഫർ ചെയ്തുകൊണ്ട് ഒരു കമ്പനിയുടെ ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യുന്ന രീതിയാണ്. നമ്മുടെ ഈ റഫറൽ മാർക്കറ്റിംഗ് ഇന്ന് സർക്കാർ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളിലും നമ്മൾ പാഠ്യവിഷയമാക്കി റെഫറൽ മാർക്കറ്റിംഗ് മാറുന്നു. ട്രേഡ് യൂണിയൻസ് സപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം റെഫറൽ മാർക്കറ്റിംഗിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അടുത്തായിട്ടുള്ളത് ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ്. നമുക്കറിയാലേ, നമ്മൾ ഏറ്റവും അധികം ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടവും ആരോഗ്യം ഇല്ലാതെ വരുന്ന ഒരു കാലഘട്ടവുമാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രീഷൻസ് അടങ്ങിയ ഫുഡ് സപ്ലൈ നമ്മുടെ കമ്പനിയിലൂടെ നമ്മൾ നൽകി വരും. ഇ കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ ആണ് ഇവിടെ. ഇ കൊമേഴ്സ് ഇന്ത്യയിലെ ഇ കൊമേഴ്സ് മേഖലയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മേഖലയിൽ വന്നിട്ടുള്ള റവന്യൂ ആണ് ഇവിടെ കാണുന്നത്. 2009 കാലഘട്ടത്തിൽ ഏകദേശം $390 കോടി ഒരു ടേൺ ഓവർ ആണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം 2016 ആയപ്പോഴേക്കും ഏകദേശം ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണിന്റെ, അതായത് ആൻഡ്രോയിഡ് ഫോണിന്റെ ഒക്കെ ഒരു വളർച്ച വരുന്ന കാലഘട്ടത്തിൽ അത് 3800 കോടി ടേൺ ഓവറിലേക്ക് മാറുകയും 2026 ആവുമ്പോഴേക്കും ഒരു 20,000 കോടി ടേൺ ഓവറിലേക്ക് ഇത് മാറും എന്നാണ് നമ്മുടെ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത്. നമുക്ക് നോക്കിയാൽ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന കുറെ ബിസിനസ് മോഡൽസും കൂടെ ഉണ്ട്. ആമസോണ്, പേപ്പാൾ, ഫേസ്ബുക്ക്, ഫ്ലിപ്കാർട്ട്, ഊബർ, ഓലെ തുടങ്ങിയിട്ടുള്ള ബിസിനസ് മോഡൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിലൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡയറക്ട് സെല്ലിംഗ് ബൂമിംഗ് ആണ് ഇവിടെ. അതായത് ഡയറക്ട് സെല്ലിംഗ് വ്യവസായത്തിന്റെ ലോകത്തില് തന്നെ കുതിച്ചുയരുന്ന വളർച്ചയെ കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പം ഏറ്റവും USA എടുത്തു നോക്കിയാൽ 33 കോടി ജനങ്ങളുള്ള USA ഏറ്റവും അധികം ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുള്ള ഒരു രാജ്യം കൂടിയാണ്. അവിടെ 3,37,810 കോടിയുടെ ഒരു വ്യവസായമാണ് അവിടെ നടന്നു വരുന്നത്. ഏകദേശം ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയില് ഏകദേശം 19,000 കോടിയുടെ ഒരു ടേൺ ഓവർ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയില് ഏറ്റവും അധികം സാധ്യത നമ്മൾ കാണുന്നത് ഇന്ത്യയിലാണ് എന്നുള്ളതാണ്. ഇവിടെ ഏകദേശം 58 ലക്ഷം ആളുകൾ ചെയ്യുന്നതിൽ ഒരു 53% വുമൻസ് ആണ് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഡയറക്ട് സെല്ലിംഗ് മേഖലയ്ക്ക് ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിലബസ് നമ്മൾ കണ്ടു. നമ്മൾ ആദ്യമേ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, റഫറൽ മാർക്കറ്റിംഗ് ഒരു
സിലബസ് ആയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പാഠ്യവിഷയമാക്കിയിട്ടുണ്ടെന്നുള്ളത്. ഇവിടെ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ അണ്ണാ യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് ബിസിനസ് സ്കൂള്, NUS ഫ്ലോറിഡ തുടങ്ങിയിട്ടുള്ള ഒരു ഒട്ടനവധി യൂണിവേഴ്സിറ്റികളിൽ ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ വളർച്ചയ്ക്കും ഒക്കെ ആവശ്യമെന്നുള്ള രീതിയിൽ എല്ലായിടത്തും ഇപ്പം അതൊരു പാഠ്യ വിഷയമാക്കി എല്ലാവരും മാറ്റിയിട്ടുണ്ട്. ലീഗൽ സർട്ടിഫിക്കറ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. കമ്പനിയുടെ കോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് രജിസ്ട്രേഷൻ ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അടുത്തതായിട്ട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ അതാത് സംസ്ഥാനങ്ങളുടെ ഒരു ഗൈഡ് ലൈസൻസ് ആവശ്യമാണ്. അപ്പം അതനുസരിച്ചിട്ട് രൂപം ചെയ്തിട്ടുള്ള ഗൈഡ് ലൈസൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇപ്പം നമുക്കറിയാം ഒരു 2019 തീയതി, കഴിഞ്ഞ മാസം 19 തീയതി തന്നെ ഗവൺമെന്റ് ഒരു മോറട്ടോറിയൽ മോണിറ്ററിംഗ് അതോറിറ്റി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിലാണ് ഈ ഒരു നിയമങ്ങളെല്ലാം ഇപ്പൊ നിലവിലേക്ക് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് ന്യൂസ് റിപ്പോർട്ടാണ്. 2018 ജൂലൈ 7 തീയതി നമ്മുടെ കമ്പനി ലോഞ്ച് ചെയ്ത സമയത്ത് എല്ലാ പ്രമുഖ പത്രങ്ങളിലും പ്രധാന തലക്കെട്ടോടുകൂടി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഇ-കൊമേഴ്സ് മേഖലയിലേക്ക് കടക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ന്യൂസുകൾ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട്സ് ആണ് ഈ കാണുന്നത്. അടുത്തായി ഒരു ഒഫീഷ്യൽ പ്രോഗ്രാം ദുബായിൽ നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ ഫോട്ടോസ് ആണ്. നമ്മുടെ ചെയർമാൻ ആയിട്ടുള്ള ബോബി സാറ്, അതുപോലെ തന്നെ സാനിയ മിസ് എന്നിവരെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫിജിക്കാർഡ് ഇന്ത്യ ലോഞ്ച്, ഇത് നമ്മുടെ ഇനാഗ്രേഷൻ നടന്ന സമയത്തുള്ള ഒരു ഫോട്ടോയാണ്. ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അന്നത്തെ ഭക്ഷ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള തിലോത്തമൻ സാർ ആയിരുന്നു. വിശിഷ്ട അതിഥിയായി തമന ഭാട്ടി ഉണ്ട്. അതോടൊപ്പം നമ്മുടെ ചെയർമാൻ ആയിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിനെയും കാണാൻ സാധിക്കും. ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ, ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ. അതായത് ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കമ്പനി. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനി വേൾഡ് ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. USA, മലേഷ്യ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നമ്മുടെ കമ്പനിയുടെ എക്സ്പാൻഷൻ ഇനി മുതൽ നടക്കുന്നതായിരിക്കും. നമ്മുടെ മാനേജ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ഏറ്റവും അഭിമാനത്തോടു കൂടിയും പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് കമ്പനിയുടെ മാനേജർ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തിനെ പറ്റി ഞാൻ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. സാധാരണ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതെ, 160 വർഷത്തോളം ആയിട്ട് ബിസിനസ് പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ 4ാം തലമുറക്കാരനാണ്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ബിസിനസിന്റെ രാജാവ് എന്ന് വേണം തീർച്ചയായിട്ടും ബോബി സാറിനെ അറിയപ്പെടാനായിട്ട്. തീർച്ചയായിട്ടും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഒരുപാട് തരത്തിലുള്ള ബിസിനസ്സിൽ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് മുന്നോട്ട് വെച്ച ഒരുപാട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ. കമ്പനിയുടെ വിഷനും മിഷനും ആണ്. ഏതൊരു കമ്പനിക്കും ഒരു വിഷനും മിഷനും ഉണ്ടാവും അല്ലെ? അപ്പോ കമ്പനിയുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ മേഖലയില് ഏറ്റവും നമ്പർ 1 ആയിട്ട് മുന്നേറുക, ഒരു വേറിട്ട അനുഭവം നൽകിക്കൊണ്ട് മുന്നേറുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു മിഷൻ എന്ന് പറയുന്നത്. അവർ ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമ്മുടെ വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഒരു പിക്ചർ ആണ് കാണുന്നത്. ഇതിന്റെ പണി തൃശ്ശൂർ ജില്ലയിലെ നെല്ലായി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഓഫീസിന്റെ ഒരു പിക്ചർ ആണ് കാണുന്നത് നിലവിലുള്ളത്. അതോടൊപ്പം ലോജിസ്റ്റിക് ഹബുകൾ, അതുപോലെ തന്നെ ട്രക്കുകൾ, നമ്മളിലേക്ക് സാധനങ്ങൾ എത്തിച്ചേരുന്ന വാഹനങ്ങളൊക്കെയാണ് ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫിജി സ്റ്റോഴ്സ് ആണ്. നമ്മുടെ പല ജില്ലകളിലായിട്ട് നമ്മൾക്ക് പിക്കപ്പ് സ്റ്റോറുകളും അതുപോലെ തന്നെ സൂപ്പർ സ്റ്റോറുകളുമായിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ നമുക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ടിയിട്ടുണ്ട്. അതാണ് ഈ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായി കാണുന്നത് ഫിജി ബ്രാൻഡാണ്. അതായത് ഓൺ ബ്രാൻഡുകളാണ്. ഏകദേശം 500-ലധികം സ്വന്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനിക്കുള്ള. ആര്യസുക്ത, ഫിജി ഗ്രീൻ ടീ, ബോബി, ലീവ്, ടിവോണ പെയിന്റ്സ്, സാസ്ത്യ, ശ്രീവിലൻ, ഓസോണ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പ്രോഡക്ട്സുകൾ, 500-ലധികം പ്രോഡക്ട്സ്, ഗ്രോസറികൾ ഉൾപ്പെടെ, വെൽനസ് പ്രോഡക്റ്റുകൾ ഉൾപ്പെടെ, ഷർട്ട്സുകൾ ഉൾപ്പെടെ, കിച്ചൺ വെയർ ഉൾപ്പെടെ, കുട്ടികൾക്കായിട്ടുള്ള പ്രോഡക്ട്സുകൾ, അതുപോലെ പെയിന്റുകൾ, വീടിനടിക്കുന്ന പെയിന്റുകൾ ഉൾപ്പെടെയുള്ള
പ്രോഡക്ട്സുകൾ ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റുകൾ, ഓൺ പ്രോഡക്റ്റുകളാണ് ഇതിൽ കാണുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന പോപ്പുലർ ബ്രാൻഡുകളാണ്. നമുക്ക് ഓൺ പ്രോഡക്റ്റുകൾ മാത്രമല്ല, ഇന്ന് വിപണിയിലുള്ള പോപ്പുലർ ആയിട്ടുള്ള പല കമ്പനികളുടെയും പ്രോഡക്റ്റുകൾ, ബൂസ്റ്റ്, ടാറ്റ, ഹോർലിക്സ്, ഹിമാലയ തുടങ്ങിയിട്ടുള്ള പല കമ്പനികളുടെയും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ്. ഹൗ ടു എൻ്റർ ദ പ്ലാറ്റ്ഫോം. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ പ്രോഡക്റ്റുകളെ കുറിച്ചും ഒക്കെയാണ്. ഇനി എങ്ങനെയാണ് ഈ കമ്പനിയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അതിനായി നമ്മുടെ KYC ഡോക്യുമെന്റ്സ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകിക്കൊണ്ടാണ് നമ്മൾ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു ഫോം ഉണ്ട്. ഈ ഒരു ഫോം അതിനോടൊപ്പം ഫില്ല് ചെയ്ത് നൽകിക്കൊണ്ടും നമ്മുടെ കമ്പനിയിലെ ഇപ്പൊ നമ്മൾ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ നമ്മളൊരു വൺ ടൈം പർച്ചേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇനി പ്രൊമോഷൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമുക്കിവിടെ രണ്ട് രീതിയിലുള്ള പ്രൊമോഷൻസ്, കമ്പനിയെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു റെഫറൽ മാർക്കറ്റിംഗ് എന്ന്. അപ്പോൾ കമ്പനി നമ്മളുടെ ഉൽപ്പന്നങ്ങൾ മറ്റൊരാളിലേക്ക് റെഫർ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. അതിൽ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ പ്രൊമോഷൻ ആൻഡ് ഫിസിക്കൽ പ്രൊമോഷൻ. ഓൺലൈനിൽ നമുക്കൊരു റെപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് ഉണ്ട്. അത് ത്രൂ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻസ് നടക്കാം. അതുപോലെ ഇപ്പോൾ നമ്മൾ കൂടുന്ന പോലെ സൂം വഴിയുള്ള മീറ്റിങ്ങുകൾ വഴി നമ്മുടെ കമ്പനിയുടെ പ്രൊമോഷൻസ് നടക്കും. കൂടാതെ ഇതേപോലെയുള്ള മീറ്റിങ്ങുകൾ ഫിസിക്കലായിട്ട് നടത്തിക്കൊണ്ടും നമ്മുടെ കമ്പനിയെ നമ്മൾ മറ്റൊരാളിലേക്ക് അറിയിച്ചു കൊടുക്കുക, റെഫർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ട്രേഡ് വിത്ത് ടെക്നോളജി. അപ്പം നമ്മൾക്ക് ഇവിടെ 3 തരത്തിലുള്ള ഒരു മാർക്കറ്റിങ്ങിന് നമ്മൾ പരിചയപ്പെടുകയാണ്. ആദ്യമായി ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ് അല്ലെ. നമുക്ക് നോക്കാം. നമ്മൾ മാനുഫാക്ചറിംഗിൽ നിന്ന് ഇപ്പോൾ പ്രോഡക്റ്റുകൾ വാങ്ങുന്ന ഒരു രീതി, പല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി നമ്മളിലേക്ക് പ്രോഡക്റ്റുകൾ എത്തുന്ന സമയത്ത് നമ്മൾക്കറിയാം ഈ ഇടനിലക്കാർക്കെല്ലാം നമ്മൾ പണം നൽകിയിട്ടാണ് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുക അല്ലെ. അപ്പൊ അവിടുന്ന് നമ്മൾക്ക് കിട്ടുന്നത് ചെറിയൊരു ഡിസ്കൗണ്ട് ആണ്. അതുപോലെ തന്നെ ഇ കൊമേഴ്സ് മേഖലയിലേക്ക് ഇപ്പൊ ഫ്ലിപ്കാർട്ടോ ആമസോണോ ഒക്കെ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പൊ നമ്മളെല്ലാവരും തന്നെ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുന്ന സമയത്ത് നമുക്കും അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു ചെറിയൊരു ഡിസ്കൗണ്ട് ആണ്. നേരെ മറിച്ച് ത്രൂ നമ്മുടെ ഫിജികാർഡിലേക്ക് പ്രോഡക്റ്റുകൾ എത്തുന്നു, അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് നമ്മളിലേക്ക്, ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതിനുള്ള ഒരു പ്രോഫിറ്റ് നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഇനി അടുത്തത് എന്താണ് ആ പ്രോഫിറ്റുകൾ എന്ന് നോക്കാം. ഇവിടെ 7 തരത്തിലുള്ള പ്രോഫിറ്റുകളാണ് നമുക്കുള്ളത്. റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. നമ്മൾക്ക് ഓരോന്നും പരിചയപ്പെടാം. ഫസ്റ്റ് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു 100 സെയിൽസ് വോളിയം വരുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ കമ്പനിയിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മൾ ഒരു വൺ ടൈം പർച്ചേസിലൂടെ വാങ്ങുന്നു, നമ്മുടെ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു സ്റ്റോർ ഓപ്പൺ ആയിട്ട് വരും നമ്മളുടെ പേരില്. അതുകൂടാതെ നമ്മൾക്ക് 2 പാർട്ട് സ്റ്റോറുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റുകൾ ഉൾപ്പെടെ ഈ പാർട്ട് സ്റ്റോറുകളിൽ നമ്മൾ റെഫർ ചെയ്യുന്നതിലൂടെ നടക്കുന്ന വരുമാനവും കൂടിയാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ആണ് രണ്ടാമത്തെ വരുമാനം. നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ കമ്പനിയെ, നമ്മുടെ പ്രോഡക്റ്റിനെ റെഫർ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനമാണത്. അത് നമുക്ക് റൈറ്റ് ലെഫ്റ്റ് A-B എന്ന് പറയുന്ന 2 സ്റ്റോറുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 2 സ്റ്റോറിലൂടെ നടക്കുന്ന ബിസിനസ് ആണ്. A എന്ന് പറയുന്ന ഒരു സ്റ്റോറിൽ 1 പോയിന്റിന്റെ പർച്ചേസും B എന്ന് പറയുന്ന സ്റ്റോറിൽ 1 പോയിന്റ് പർച്ചേസും നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വരുമാനം 20 രൂപയാണ്. ഇതേപോലെ 100 പോയിന്റ് പർച്ചേസ് A എന്ന സ്റ്റോറിലും B എന്ന സ്റ്റോറിലും നടക്കുന്ന സമയത്ത് നമ്മളിലേക്ക് എത്തുന്നത് 2000 രൂപയായിരിക്കും. ഇതേപോലെ ഈ സ്റ്റോറുകളിൽ ഒരു 500 സെയിൽസ് വോളിയം വരുന്ന 2 സ്റ്റോറുകളിലായിട്ടുള്ള ബിസിനസ് നടക്കുന്ന സമയത്ത് നമ്മളിലേക്ക് എത്തുന്ന വരുമാനം എന്ന് പറയുന്നത് 10,000 രൂപയായിരിക്കും. നമുക്കറിയാലോ, ഒരു ബിസിനസ് ആകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് 2 സ്റ്റോറിലും ഒരുപോലെ ചിലപ്പോൾ ബിസിനസ് നടന്നെന്ന് വരില്ല. ഒരു സ്റ്റോറിൽ ഒരു 500 സെയിൽസ് വോളിയവും ഒരു സ്റ്റോറിൽ ഒരു 1000 സെയിൽസ് വോളിയവും ആണ് ബിസിനസ് നടന്നതെങ്കിൽ കമ്പനി നമുക്ക് 500 മാച്ചിങ് ആയിട്ടുള്ള പോയിന്റ് വെച്ചിട്ടാണ് നമുക്ക് പൈസ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ 500 സെയിൽസ് വോളിയം വെച്ച് ഒരു 10,000 രൂപ നമ്മളിലേക്ക് എത്തുകയും ബാലൻസ് വരുന്ന 500 സെയിലില് നമുക്ക് മറ്റൊരു ദിവസം ഈ 500 ആയിട്ടുള്ള ഒരു സെയിലിലേക്ക് വീണ്ടും മറ്റൊരു ദിവസം സെയിൽ നടക്കുന്നതനുസരിച്ച് നമ്മളിലേക്ക് ഫണ്ട് റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യും.
നമുക്കറിയാം ഒരു ബിസിനസ്സിലേക്ക് അനന്തമായിട്ടുള്ള ഒരു പണം ഒരു കമ്പനിക്കും നൽകാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു സീലിംഗ് കമ്മീഷൻ നമുക്ക് വെച്ചിട്ടുണ്ട്. 1500 സെയിൽസ് വോളിയമാണ് നമുക്ക് റൈറ്റ് ലെഫ്റ്റ് 1500 വെച്ച് നിജപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്കൊരു 30,000 രൂപ ഡെയിലി സീലിംഗ് കമ്മീഷൻ ആയിട്ട് നമുക്ക് നിൽക്കും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ദിവസം 2000 രൂപ മുതൽ 30,000 രൂപ വെച്ച് ഒരു മന്ത്ലി ഒരു 9 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് fijika.com എന്നുള്ളത്. അടുത്തതായിട്ടുള്ളത് ജനറേഷൻ ബോണസ് ആണ്. ഇതൊരിക്കലും നിർബന്ധിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, എന്നാൽ തന്നെയും നമ്മുടെ ടീമില് നടക്കുന്ന ഒരു റീപർച്ചേസ്, നമ്മുടെ ടീമിൽ നമ്മൾ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ വീണ്ടും പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ ആദ്യം എടുത്ത പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അതിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ വീണ്ടും യൂസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിൽ 20 മുതൽ 50% എന്താണ് ബിസിനസ് വോളിയം നമ്മളിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതുള്ളത് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഇതൊരു വീട്ടിലെ 4 പേർക്ക് വീട്ടിലേക്ക് എല്ലാ വർഷവും ഒരു 2 ലക്ഷം രൂപ വീതം ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതൊരു സെയിൽസ് മാനേജർ എന്ന് പറയുന്ന ഒരു റാങ്ക് മുതൽ 3rd റാങ്കിലാണ്, സെയിൽസ് മാനേജർ എന്ന് പറയുന്ന 3rd റാങ്ക് മുതൽ നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്ത വരുമാനം എന്ന് പറയുന്നത് മന്ത്ലി പെർഫോമൻസ് ബോണസ് ആണ്. ഇതും നമ്മൾക്ക് ലഭിച്ചു തുടങ്ങുന്നത്, ഇതൊരു ലൈഫ് ലോങ് പ്രൊസീജിയർ ആണ്. ഇത് നമുക്ക് സെയിൽസ് മാനേജർ എന്ന് പറയുന്ന ഒരു റാങ്കിലേക്ക് എത്തുന്ന സമയം മുതൽ നമുക്ക് ഒരു 100 സെയിൽസ് വോളിയം എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു പെർഫോമൻസ് ബോണസ് ലൈഫ് ലോങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ ചെറിയൊരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ നമ്മുടെ ടീമില് ഏകദേശം 300 സെയിൽസ് വോളിയത്തിന്റെ മാച്ചിങ് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 10,000 മുതൽ 20,000 രൂപയ്ക്ക് ഇടയിലുള്ള ഒരു എമൗണ്ട് നമുക്ക് മന്ത്ലി പെർഫോമൻസ് ബോണസ് ആയിട്ട് ലഭിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് ആനുവൽ പ്രോഫിറ്റ് ആണ്. ഇവിടെ കമ്പനിയിൽ വെറുതെ ഒരു ജോയിൻ ചെയ്യുക മാത്രമല്ല, നമ്മൾ കുറച്ച് പ്രോഡക്ട്സ് എടുക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കമ്പനിയുടെ ഒരു പാർട്ണർ ആയിട്ടാണ് കമ്പനിയിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് നമ്മളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് 11, 12, 13 റാങ്കുകളിലേക്ക് എത്തുന്ന സമയത്ത് 0.5 to 1.5 എന്നുള്ള രീതിയിൽ ആ ഒരു ടോട്ടൽ എമൗണ്ട് നമുക്ക് ഷെയർ ചെയ്യപ്പെടും. അടുത്ത് വരുന്നത് അവാർഡ്സ് ആൻഡ് റിവാർഡ്സുകളാണ്. അവാർഡുകളിൽ നമുക്ക് കാണാം 6ാമത്തെ റാങ്കിൽ എത്തുന്ന സമയത്ത് റൈഡർ ഫണ്ട് ആയിട്ട് നമുക്ക് ഒരു 50,000 രൂപയാണ് ഇവിടെ നമ്മൾ. ഇത് സോണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന 10ാമത്തെ റാങ്കിൽ എത്തുമ്പോഴേക്കും നമുക്ക് 5 ലക്ഷം രൂപയുടെ ഒരു കാർ ഫണ്ടാണ് ലഭിക്കുന്നത്. അടുത്തതായിട്ടുള്ള ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പാണ്. ഇതൊരു 11ാമത്തെ റാങ്കിൽ എത്തുന്ന സമയത്ത് ഒരു 10 ലക്ഷം രൂപയുടെ ഫാമിലി ട്രിപ്പാണ് നമുക്ക് ലഭിക്കുക. പ്രീമിയം കാർ ഫണ്ടാണ് നെക്സ്റ്റ് 12ാമത്തെ റാങ്കിലേക്ക് എത്തുന്ന ടൈമിൽ നമുക്കുള്ളത്. നമുക്ക് അവിടെ എത്തുന്ന സമയത്ത് 50 ലക്ഷം രൂപയുടെ ചെക്കാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതല്ല, നമുക്ക് ഫണ്ടായിട്ട് തന്നെയാണ് ലഭിക്കുന്നത്. നമ്മൾക്ക് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും വിനിയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ടോട്ടൽ 13 റാങ്കുകളാണുള്ളത്. അതിൽ 13ാമത്തെ റാങ്കിൽ എത്തുന്ന ഏതൊരാൾക്കും എത്തിച്ചു തരുന്ന ഒരു ഫണ്ടാണ് 1 crore, 1 കോടി വരുന്ന ഒരു ഹോം ഫണ്ട്. ഇത് വാങ്ങിയിട്ടുള്ള ഒട്ടനവധി ലീഡേഴ്സ് നമ്മുടെ ടീമിൽ തന്നെ നമ്മുടെ കമ്പനിയിലുണ്ട്. അപ്പം നമ്മൾക്ക് ഈ ഒരു ബിസിനസിന്റെ നെക്സ്റ്റ് ഒരു 13ാമത്തെ റാങ്കിലേക്ക് എത്തുന്ന ഏതൊരാൾക്കും ഏകദേശം 5 കോടിയോളം വരുന്ന ടോട്ടൽ ഇൻകത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മളിവിടെ കാണുന്ന റാങ്കുകളാണ്. നമ്മളൊരു രജിസ്റ്റർ സ്റ്റോർ ആയിട്ടാണ് ആദ്യം ജോയിൻ ചെയ്യുക. സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നു. അവിടെ നിന്ന് 500 സെയിൽസ് വോളിയം മാച്ചിങ് ആവുന്ന സമയത്ത് നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുകയും അവിടുന്ന് 1000 സെയിൽസ് വോളിയം വരുന്ന സമയത്ത് 2nd റാങ്കായ സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിലേക്ക് എത്തുകയും 2000 സെയിൽസ് വോളിയം വരുന്ന സമയത്ത് നമ്മൾ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന ആ ഒരു പ്രസ്റ്റീജ് റാങ്കിലേക്ക് എത്തുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മന്ത്ലി പെർഫോമൻസ് ബോണസ് അതുപോലെ തന്നെ ഇൻഷുറൻസ് ഒക്കെ കിട്ടുന്ന ഒരു റാങ്കാണ് സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്ക്. ഇതുപോലെ നമുക്ക് നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന 10 ലക്ഷം പോയിന്റ് മാച്ചിങ് ആക്കിക്കൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് റാങ്കുകൾ അച്ചീവ് ചെയ്ത് 1 കോടി രൂപയുടെ ഫണ്ടിലേക്ക് നമ്മൾ എത്തുന്നത്. ഹൗ വി ക്യാൻ അച്ചീവ് ത്രൂ ഫിജിറ്റൽ അക്കാഡമി. നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും അല്ലെ, നമുക്ക് ഇതൊക്കെ എങ്ങനെ നേടാൻ പറ്റുമോ, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ലഭിക്കുന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിലേക്ക് ഉണ്ടാവുന്നതാണ്. ഇതിനെല്ലാം ആ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ ഫിജിറ്റൽ അക്കാഡമി എന്ന് പറയുന്നത്.
ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ അസാധാരണക്കാരാക്കി മാറ്റാനായിട്ട് ഫിജിറ്റൽ അക്കാഡമിക്ക് കഴിയുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം അവര് നമുക്ക് സൗജന്യമായിട്ട് നൽകുന്നു എന്നുള്ളതാണ് ഫിജിറ്റൽ അക്കാഡമിയുടെ കാര്യങ്ങൾ. അടുത്തായി നമ്മൾ കാണുന്നത് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസിന്റെ അഡ്രസ്സ്, ലോജിസ്റ്റിക് ഡിവിഷന്റെ അഡ്രസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാടു, കർണാടക, ബാംഗ്ലൂരിലുള്ള ലോജിസ്റ്റിക്കിന്റെയും റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസിന്റെ ഒക്കെ അഡ്രസ്സുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്ലാൻ കേട്ടു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ചിലവർക്കൊക്കെ ആദ്യമായി കേൾക്കുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലേക്ക് പെട്ടെന്ന് എത്തിയെന്ന് വരില്ല. എന്തായാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെ ആരാണോ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് ആദ്യം ഇൻവൈറ്റ് ചെയ്തത്, ആരാണ് ഈ കോൺസെപ്റ്റിനെ പറ്റി നമ്മളോട് ആദ്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്, ആ ഒരാളെ നമ്മള് കണക്ട് ചെയ്യുക. ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവരോട് വിളിച്ചിട്ട് ഈ കാര്യങ്ങളെ പറ്റി ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ കോൺസെപ്റ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ലേഖാമ്മ എന്റെ പേരൊക്കെ പറഞ്ഞിരുന്നു. എന്റെ പേര് സ്മിത എന്നാണ്. ഇടുക്കി കുമളിയിലാണ് എന്റെ സ്വദേശം വരുന്നത്. ഞാനൊരു 3.5 വർഷമായി ഫിജികാർഡിൽ ജോയിൻ ചെയ്തിട്ട് എന്റെ സിസ്റ്റർ വഴിയാണ് ഞാൻ ഈ കോൺസെപ്റ്റിനെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത്. അപ്പം എന്റെ സിസ്റ്ററെ സംബന്ധിച്ച് ഈ കോൺസെപ്റ്റ് ഒട്ടും ആവശ്യമില്ലാത്ത ഒരാളായിരുന്നു വേണം പറയാൻ. കാരണം ആളെ സംബന്ധിച്ച് ജോബും വരുമാനവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം വീണ്ടും ജോലി ചെയ്യണമെന്നും വേറെ ഒരു വരുമാനത്തെ പറ്റിയൊന്നും ആള് ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഏറ്റവും വരുമാനം ആഗ്രഹിച്ച് അല്ലെങ്കിൽ വരുമാനം ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന എന്നിലേക്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു കോൺസെപ്റ്റ് എത്തിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പം എനിക്കൊന്നുമേ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആള് ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു ബിസിനസ് ആണെന്ന് മാത്രമാണ് എന്നോട് പറഞ്ഞിരുന്നത്. അത് വെച്ചിട്ട് എനിക്ക് കുറച്ച് നമ്പറുകൾ ഇന്ന ആളെ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് ചേച്ചിക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു നമ്പറിലൂടെ ഞാൻ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ബിസിനസ് എന്നിലേക്ക് വന്നത്. അങ്ങനെ എന്റെ ഗ്രേഡ് ലീഡർ ആയിട്ടുള്ള സ്വപ്നമാമൊക്കെ എന്നോട് ഈ പ്ലാൻ പറയുകയും ഈ ഒരു ബിസിനസ്സിനെ കൂടുതൽ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എന്നിലേക്ക് എത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാനൊരു 10,000 രൂപയുടെ വരുമാനം ആഗ്രഹിച്ചുകൊണ്ട്, നമ്മള് 10,000 രൂപയുടെ വരുമാനം എന്ന് ഞാൻ പറയാൻ കാരണം പ്ലാനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിൽസ് മാനേജർ ആവുന്ന സമയത്ത് ഒരു 10,000 രൂപ എല്ലാ മാസവും നമുക്ക് ലഭിക്കുമെന്ന്. അപ്പൊ 10,000 രൂപ എല്ലാ മാസവും ലഭിക്കുമല്ലോ എന്നുള്ള ഒരു ഒറ്റ ചിന്തയില് ഞാൻ ഈ കോൺസെപ്റ്റ് ഏറ്റെടുത്തതാണ്. 2021 കൊറോണയുടെ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. എന്തായാലും നമ്മളൊക്കെ പറയില്ലേ, നമ്മുടെ ഭാഗ്യമുള്ള സമയത്ത് ചില കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തും, അല്ലെങ്കിൽ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് ഫിജികാർഡ് എന്റെ ലൈഫിലേക്ക് എത്തിയത്. അവിടെ നിന്ന് എനിക്ക് സത്യത്തില് ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ടെൻഷൻസ് ഇല്ലാതെ വളരെ നല്ല രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി ഒരു ടൈം ഫ്രീഡം ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കുറേയധികം എന്നെ പോലെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് വീട്ടമ്മമാരെ കണ്ടെത്താനും അവരിലേക്കൊക്കെ വരുമാനങ്ങളിൽ എത്തിച്ചു കൊടുക്കാനും, ഇപ്പം എന്റെ സെയിം റാങ്കിൽ പോലും നിൽക്കുന്ന ഒരുപാട് ലീഡേഴ്സിനെ, അതായത് ഒരു 25 ലക്ഷം രൂപയോളം വരുമാനം വാങ്ങിയിട്ടുള്ള ഒട്ടനവധി ലീഡേഴ്സിനെ എന്റെ ടീമിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അത്രയധികം പവർഫുൾ ആയിട്ട് പോകുന്ന ഒരു ബിസിനസ് ആണ് ഫിജികാർഡ്.com. ഇതൊരു സാധാരണക്കാരായ ആൾക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്നതാണ്. ഞങ്ങളൊക്കെ പറയുന്നത് ദൈവസ്പർശമുള്ള ബിസിനസ് ആണ് ഫിജികാർഡ് നടത്തുന്നത്. കാരണം ഫിജികാർഡിൽ വന്നിട്ടുള്ളവരെല്ലാം ദൈവം നന്നായിട്ട് അനുഗ്രഹിച്ചവര് തന്നെയാണ്. അപ്പം എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഈ ഒരു അവസരം ചിലപ്പോ ഒരു പക്ഷെ നിർബന്ധിച്ചിട്ടൊക്കെ ആയിരിക്കാം നമ്മുടെ ഒരു ബിസിനസ്സിലേക്ക് വന്ന് അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറത്. ആ ഒരു ബിസിനസിന്റെ ഒരു അവസരം കേൾക്കാനായിട്ടുള്ള സമയത്തെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്ത് എത്താൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു അവസരം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്, എന്റെ ഒരു സെഷന്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു.